ഇടയത്താഴം കഴിച്ച് കിടന്ന ഞാൻ എണീറ്റത് ഒരു 9:30 ആയപ്പോഴത്തേക്കുമാണ്. താഴെ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും ഉമ്മി എന്നെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടുട്ടുപൂജ അതും നോക്കി ഇരിപ്പുണ്ട്. പിന്നെ കുറച്ച് നേരം ഞാനായിരുന്നു ഓഫീസ് റൗണ്ട് ഡ്യൂട്ടിയാണ്. അതൊക്കെ കഴിഞ്ഞ് ഒരു ഈവനിങ് ആയപ്പോഴത്തേക്കും എൻ്റെ കസിൻ എന്നെ വിളിക്കാൻ വന്നിട്ടുണ്ട്. ജോലി ചെയ്യണം കഴിഞ്ഞ് വന്ന് കിടന്നതാണെങ്കിലും എനിക്ക് കണ്ടപ്പോൾ തവളയുടെ മേത്ത് ലോറി കയറിയ പോലെയാണ് തോന്നിയത്. പാവം. അങ്ങനെ നേരെ ഇപ്പോൾ ഉമ്മയുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ പാടങ്ങളൊക്കെ ഉള്ള നല്ലൊരു സ്ഥലമാണ് ഉമ്മയുടെ വീട്. പണ്ട് ഈ പാടത്ത് കുറേ ഞങ്ങൾ കളിച്ചിട്ടും ഉള്ളതാണ്. അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയപ്പോഴത്തേക്കും ഇവിടെ ഒരു കലിങ്ങിൻ്റെ പണി നടപ്പുണ്ട്. വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും എൻ്റെ കസിൻ ചേച്ചിയും അമ്മായിയൊക്കെ ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ട്. അവിടെ നിന്ന് പതുക്കെ ഞാനും എൻ്റെ കസിനും കൂടെ നേരെ പള്ളിയിൽ പോയി നോമ്പ് തുറക്കാനായിട്ട്. നോമ്പ് തുറക്കെ കഴിഞ്ഞ് ഒരു രാത്രി ആയപ്പോഴത്തേക്കും നേരെ ഞങ്ങൾ ഡെക്കാത്തലോണിൽ പോയി. ഇതിൽ നിൽക്കുന്നവനാണ് ജാസിക്ക് എന്തോ സാധനം വാങ്ങിക്കാനാണെന്നും പറഞ്ഞാൽ പോയത്. എന്താണ്ടൊക്കെ അവൻ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്കും അവൻ്റെ വിധം മാറി. അവൻ ഉദ്ദേശിച്ച സാധനം കിട്ടിയില്ല എന്നും പറഞ്ഞാൽ നമ്മൾ നേരെ വണ്ടി ചാർജിനിട്ടുകൊണ്ട് ഞങ്ങൾ പതുക്കെ ഒരു കോഫിയൊക്കെ കുടിക്കാനായിട്ട് പോയി. കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ കസിനൊക്കെ ആയിട്ട് പുറത്ത് പോകുന്നത്. പിന്നെ അവിടെ നിന്ന് ചായയും കുടിച്ച് മെട്രോ സ്റ്റേഷൻ്റെ സൈഡിലുള്ള എല്ലാ കടയിലും കയറി അവിടുത്തെ ഓരോരോ ഫുഡ് ഐറ്റംസ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കണമായിരുന്നു. ചെറിയ രീതിക്കുള്ള സ്നാക്സൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയറൊക്കെ ചെയ്തങ്ങ് കഴിച്ച് പിന്നെ നേരെ തിരിച്ച് വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും എല്ലാവരും ഇരിപ്പുണ്ട്. അവിടെ പിന്നെ ജാസീനെ ഞങ്ങൾ എല്ലാവരും ഇട്ടിട്ട് കളിയാക്കിക്കൊണ്ടിരിക്കണമായിരുന്നു. കാരണം അവൻ ഇവിടെ നിന്ന് വാശി പിടിച്ചാണ് ഡെക്കാത്തലോണിൽ പോയത്. അവിടെ ചെന്നപ്പോൾ അവൻ ഉദ്ദേശിച്ച സാധനം കിട്ടിയതുമില്ല. പിന്നെ അവിടെ നിന്ന് പതുക്കെ എല്ലാവരുമായിട്ട് സംസാരിച്ച് ഫുഡൊക്കെ കഴിച്ച് കിടന്നങ്ങ് ഉറങ്ങി.